പ്രസ് സ്റ്റോപ്പിൽ ലിജോ വർഗീസാണ് ചേരുന്നത്. ഗുഡ് മോർണിംഗ് ലിജോ, എന്തൊക്കെയാണ് ഇന്നത്തെ പത്രവാർത്തകൾ? ഗുഡ് മോർണിംഗ് ഹർഷൻ. യുദ്ധം അത് വീണ്ടും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് വ്യത്യസ്തമായ തലക്കെട്ടുകൾ നമുക്കിന്ന് പത്രങ്ങളിൽ കാണാൻ കഴിയും. എന്തൊക്കെയാണ് യുദ്ധം ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്നാണ് എല്ലാ പത്രങ്ങളും പറയുന്നത്. മലയാള മനോരമയിലേക്ക് വന്നാൽ വിലാപം ബാക്കി എന്നാണ്. 4ാം ദിവസവും ശമിക്കാതെ ആക്രമണം. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചു. തെക്കൻ ലെബനനിലേക്ക് കടന്ന് ഇസ്രായേൽ സേന. പശ്ചിമേഷ്യയിലെ പൗരന്മാരെ തിരിച്ചു വിളിച്ച് US. സൗദിയിലെയും കുവൈറ്റിലെയും US എംബസികൾ അടച്ചു. ഇറാനിൽ മരണം 787, ലെബനനിൽ 52 എന്നാണ്. 8%, അതായത് ഒറ്റ രാത്രി കൊണ്ട് ക്രൂഡ് ഓയിലിൻ്റെ വില 8% ഉയർന്നത്. കൂടി $84 വരെയായി ക്രൂഡ് ഓയിൽ ബാരലിൻ്റെ വില എന്നതാണ്. അങ്ങനെ അത്തരം വാർത്തകൾ. അതോടൊപ്പം തന്നെ ഒരു ചിത്രവും നൽകിയിട്ടുണ്ട്. കണ്ണീർ കാലം. ഇറാനിൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥികളുടെ സംസ്കാര ചടങ്ങിൽ വിലപിക്കുന്ന സ്ത്രീകൾ എന്ന ഒരു ചിത്രം കൂടി ചേർത്തുകൊണ്ടാണ് മനോരമ ആ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാതൃഭൂമി അതിന് ഇന്ന് കൊടുത്തിരിക്കുന്ന ഹെഡ്ലൈൻ യുദ്ധം ഇടനാഴിയിൽ എന്നാണ്. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചു. അതോടുകൂടി അസംസ്കൃത എണ്ണവില 15%, അല്ലെങ്കിൽ അസംസ്കൃത എണ്ണവില 15% ഉയരുന്നതിനിടയിലാണ് ഇറാൻ്റെ പ്രതികാര നടപടി എന്നാണ്. അത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ്? 80% വഴി വരുന്നത് ഏഷ്യയിലേക്കാണ്, 20% യൂറോപ്പിലേക്കുമാണ്. ഹോർമൂസ് കടലിടുക്ക് വഴി അവിടെ നിന്നുള്ള ചരക്ക് കൈമാറ്റം നടക്കുന്നത്. നിയന്ത്രണം ലംഘിച്ചാൽ കപ്പലുകൾ കത്തിക്കുമെന്ന് ഭീഷണി. കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കാൻ തയ്യാറെന്ന് ട്രംപ് എന്നടക്കമുള്ള വാർത്തകൾ ആണ്. ഓരോ ശിശുരോധനത്തിലും കേൾപ്പൂ എന്ന് അവിടെ മരിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള കുഴിമാടങ്ങൾ, അല്ലെങ്കിൽ അവരെ അടക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കുഴിയെടുത്തുകൊണ്ടിരിക്കുന്ന, അതായത് അത്രയും ആളുകൾ ഒരുമിച്ച് മരിച്ചൊരു സാഹചര്യത്തിൽ അവരെ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള കുഴിയെടുക്കുന്നത് ചിത്രം കൂടി വെച്ചുകൊണ്ടാണ് മാതൃഭൂമി ഇന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മംഗളത്തിലേക്ക് വന്നാൽ മംഗളം ആ വാർത്തയെ കുറെ കൂടി എന്താണ് രാജ്യാന്തര വിപണിയിൽ ഉണ്ടാവുന്ന മാറ്റം എന്നുള്ളതാണ്. രാജ്യാന്തര എണ്ണ വ്യാപാരം വൻ പ്രതിസന്ധിയിൽ, വിപണി ഇടിച്ച് വിനാശ യുദ്ധം എന്നാണ് മംഗളം അതിന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. ക്രൂഡ് ഓയിൽ വിലയിൽ ഒറ്റ രാത്രി കൊണ്ട് 4% വർധന. LPG ഉൽപ്പാദനം നിർത്തിവെച്ച് ഖത്തർ. US, യൂറോപ്പ് ഓഹരി വിപണികളിൽ ഇടിവ്. യുദ്ധം എന്ന് തീരുമെന്ന് ഉറപ്പില്ലാതെ ട്രംപ്, നെതന്യാഹു എന്ന അടക്കമുള്ള വാർത്തകൾ പറഞ്ഞുകൊണ്ടാണ്, വിപണിയെ കേന്ദ്രീകരിച്ചാണ് മംഗളം പത്രത്തിൻ്റെ ഇന്നത്തെ ഹെഡ്ലൈൻ ഉണ്ടായിരിക്കുന്നത്. ആ വിപണിയുടെ മറ്റൊരു വശമാണ് ഇന്ന് ദേശാഭിമാനി 2ാമത്തെ ഹെഡ്ലൈനായി നൽകിയിരിക്കുന്നത്. തീരാ യുദ്ധമെന്നാണ് ദേശാഭിമാനിയുടെ ഹെഡ്ലൈൻ. അതിന് താഴെ കരുതൽ എണ്ണ ശേഖരം 25 ദിവസത്തേക്ക് KK ശൈലജ പേരാവൂരിൽ എന്നുള്ളതാണ്. അതൃപ്തിയിൽ ശൈലജ എന്നുകൂടി ചേർത്തുകൊണ്ടാണ് ആ വാർത്ത ഇന്ന് കേരള കൗമുദി 1ാമത്തെ പേജിൽ ആ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മട്ടന്നൂരിൽ നിന്ന് ഒഴിവാക്കിയതിൽ ശൈലജ അതൃപ്തിയിലാണ്. 2 തവണ മത്സരിച്ചവർ പട്ടികയിൽ ഉൾപ്പെടുമ്പോൾ തന്നെ ഒഴിവാക്കിയത് എന്തിനെന്ന ചോദ്യമാണ് അവർ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉന്നയിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ആ വാർത്ത ഇന്ന് കേരള കൗമുദിയിൽ 1ാം പേജിൽ തന്നെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് കാണാൻ കഴിയും. മറ്റൊരു വാർത്ത, ഇന്ന് നിർണായക LDF യോഗം ചേരുന്നു എന്നുള്ളത് മെട്രോ വാർത്തയിലെ വാർത്തയാണ്. അത് വളരെ പ്രാധാന്യത്തോടുകൂടി ഇന്നത്തോടുകൂടി LDF യോഗത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലുള്ള തീരുമാനം, ഘടകകക്ഷികളുമായിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ തീരുമാനമടക്കം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ആ വാർത്ത. ജന്മഭൂമിയുടെ ഒരു വാർത്ത, യുറേനിയത്തിനായി ഭാരതം കാനഡ കരാർ എന്നുള്ളതാണ്. ഉഭയകക്ഷി വ്യാപാരം $50 ബില്യൺ ഉയർത്തും എന്ന കനേഡിയൻ നയതന്ത്ര പ്രതിനിധികളുമായുള്ള ചർച്ചയിൽ വളരെ സുപ്രധാനമായ തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും ഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. അതിന് കൂടെയുള്ള നയതന്ത്ര പ്രതിനിധികളുടെ ചർച്ചയിലാണ് ഇത്തരത്തിൽ തീരുമാനമായതെന്ന് ജന്മഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി എഡിറ്റോറിയലുകൾ നോക്കുകയാണെങ്കിൽ 2 എഡിറ്റോറിയലുകളാണ്. അതിലൊന്ന് മലയാള മനോരമയിലെ എഡിറ്റോറിയലാണ്. അത് ഇങ്ങനെയാണ്. ഇന്നലെ നടന്ന ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട ഒന്നാണ്. ഒരേ ലിപിയിലുള്ള സ്നേഹപ്രാർത്ഥന എന്നാണ്. മതസൗഹാർദ്ദത്തിൻ്റെ വിളംബരം കേരളമെങ്ങും മുഴങ്ങുമ്പോൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തിയവർക്ക് ഇത്തവണയും എല്ലാ സൗകര്യവും ഒരുക്കിയപ്പോൾ മനുഷ്യസ്നേഹം എന്ന മതത്തിൻ്റെ മനോഹരമായ വിളംബരം ഉയർത്തുകയായിരുന്നു തിരുവനന്തപുരം പാളയം ജുമാ മസ്ജിദ്. നമ്മൾ നോമ്പിലാണെന്നത് ശരി തന്നെ, പക്ഷേ പൊങ്കാലയിടാൻ വരുന്നവർക്ക് ഈ കൊടും ചൂടുകാലത്ത് ശുദ്ധജലവും നോമ്പുതുറ വിഭവങ്ങളും നൽകാൻ അതൊരു തടസ്സമായിക്കൂടാ എന്ന് പള്ളി ഇമാം ഡോക്ടർ VP സുഹായ് മൗലവി
മാതൃഭൂമി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതനുസരിച്ചുള്ള കാര്യങ്ങൾ നടന്നു. വളരെ കൃത്യമായി പള്ളിക്കപ്പുറം പുതിയ ഒരു താൽക്കാലിക പന്തൽ നിർമ്മിച്ചുകൊണ്ട് അവിടെ അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കടക്കം അവർ ചെയ്തിരുന്നു. അപ്പോൾ എന്താണ് കേരളത്തിൻ്റെ യഥാർത്ഥത്തിലെ മതസൗഹാർദ്ദം എന്നത് വിളിച്ചോതുന്നതായി ഇന്നലത്തെ ആറ്റുകാൽ പൊങ്കാല ദിനത്തിലെ പരിപാടികൾ എന്നാണ് മലയാള മനോരമ ഇന്ന് ഒന്നാം എഡിറ്റോറിയൽ പേജിലെ വാർത്തയായി നൽകിയിരിക്കുന്നത്. മാതൃഭൂമി ഇന്ന് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് KP ഉണ്ണികൃഷ്ണൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ്. അതിനുശേഷം ജനാധിപത്യത്തിൻ്റെ ദീപസ്തംഭം എന്നാണ് ഹെഡ്ലൈൻ നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ദീപസ്തംഭങ്ങളിലൊന്നായിരുന്നു ഇന്നലെ അന്തരിച്ച കോൺഗ്രസ് നേതാവ് KP ഉണ്ണികൃഷ്ണൻ. അടിമുടി രാഷ്ട്രീയ ജീവി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചാൽ തെറ്റാകില്ല. ആദ്യകാലത്ത് പാർലമെന്റിൽ ഭരണപക്ഷ ജിഹ്വയായിരുന്നെങ്കിലും 1980-കളായപ്പോഴേക്ക് KP ഉണ്ണികൃഷ്ണൻ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മുഖമായി മാറി എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ ഉള്ളത്. ഇങ്ങനെ നിരവധി വാർത്തകൾ നമുക്ക് എഡിറ്റോറിയലുകളും പ്രധാനപ്പെട്ട വാർത്തകളുമായി ഒക്കെ ഉണ്ട്. ഉൾപേജുകളിൽ മറ്റ് വാർത്തകളുണ്ട്. പക്ഷേ എല്ലാം ഒന്നാം പേജുകളിൽ ഇന്നും യുദ്ധവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആശങ്കകൾ, അത് ഓരോ സ്ഥലങ്ങളിലും നമ്മളെ അടക്കം എങ്ങനെ ബാധിക്കുമെന്ന അടക്കമുള്ള കാര്യങ്ങൾ വിവരിക്കുകയാണ് പ്രധാനമായുള്ളത്. ഇനി തിരിച്ച് ഹർഷനിലേക്ക്.